നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇടത് സർക്കാർ നിയമം മറികടന്ന് നൽകിയത് 140 കോടിയിലേറെ രൂപ. പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, ടെൻഡറിൽ 10% ഇളവ്, 1 കോടിയിൽ താഴെയുള്ള നിർമ്മാണങ്ങൾക്ക് ടെൻഡറുമില്ല. ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ അനുവദിച്ച് ഊരാളുങ്കലിനെ ഇടത് സർക്കാർ വഴിവിട്ട് സഹായിച്ചു. ഇത്ര വലിയ അഴിമതി ആരോപണം നേരിടുന്ന കമ്പനിക്ക് എന്ത് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്? സതീശന് നേരെ ഇപ്പോൾ വലിയ പ്രതിഷേധം ശക്തമാകുന്നു. CPM-ന്റെ അഴിമതി കോട്ടയിൽ കയറാൻ പൂക്കി മുഖ്യമന്ത്രിക്ക് മുട്ടുവിറയ്ക്കുന്നോ എന്ന് വിമർശനം. മികച്ച സ്ഥാപനമാണ് ഊരാളുങ്കൽ, അതിലൊരു തർക്കവുമില്ല, അത് തകർക്കാനും പാടില്ല. പക്ഷെ അതിന്റെ മറവിൽ നടന്നിട്ടുള്ള എല്ലാ അഴിമതികളും അത് അന്വേഷിക്കണം, അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്തണം, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. പിണറായി സർക്കാരിന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന ഇടമാണ് ഊരാളുങ്കൽ എന്ന് വാദിച്ചവർ അധികാരത്തിലെത്തിയപ്പോൾ അവർക്ക് മാലയിട്ട് കൈകൊടുക്കുന്നു എന്നാണ് ഇപ്പോൾ പരിഹാസമുയരുന്നത്. കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് AI ക്യാമറ വിവാദം, K-ഫോൺ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നിർമ്മാണ കരാർ എന്നിവയിലെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തി UDF വൻ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കേരളത്തിലെ അഴിമതിയുടെ ലാഭവും കമ്മീഷനും പാർക്ക് ചെയ്യുന്ന ഇടമായി സൊസൈറ്റി മാറിയെന്നും ഇതിലൂടെ സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുകയാണെന്നും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന V.D. സതീശൻ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിരുന്നല്ലോ. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള ആവശ്യമാണ് V.D. സതീശന് നേരെ ഉയരുന്നത്. ഒരു മഹത്തായ ചരിത്രം പേറുന്ന സ്ഥാപനമാണ് ഊരാളുങ്കൽ. എന്നാൽ ഇന്നത്തെ ഇടതുപക്ഷക്കാർ അതിനെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയെന്നാണ് ആരോപണം. കേരള നവോത്ഥാന നായകനായ വാഗ്ഭടാനന്ദ ഗുരുവിന്റെ നേതൃത്വത്തിൽ 1925 ഫെബ്രുവരി 13-നാണ് 14 ചെറുപ്പക്കാർ ചേർന്ന് ഊരാളുങ്കലിന് ജന്മം നൽകിയത്. അന്നത്തെ അയിത്തവും ചൂഷണവും നേരിടാൻ സ്വന്തം അധ്വാനം മാത്രം മൂലധനമാക്കി പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനം. തുടക്കത്തിൽ കൂലിപ്പണിക്കാരുടെ ചെറിയ കൂട്ടായ്മയായിരുന്ന ഈ സംഘം പിന്നീട് പൊതുമരാമത്ത്, ജലസേചനം, ദേശീയപാത, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ വൻകിട നിർമ്മാണ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിൽ പ്രശസ്തമായി. രാജ്യത്ത് തന്നെ മാതൃകയാണ് ഈ ഒരു സ്ഥാപനം. പക്ഷേ സ്ഥിരം അഴിമതി ആരോപണങ്ങളിൽ മുൻപന്തിയിലാണ്. ലേബർ കോൺട്രാക്ട് സംഘങ്ങൾ ഏറ്റെടുക്കുന്ന പണികൾ അംഗങ്ങളായ തൊഴിലാളികൾ ചേർന്ന് പൂർത്തിയാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ വാഗ്ഭടാനന്ദന്റെ ലക്ഷ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിധം ഊരാളുങ്കൽ ഇന്ന് മാറിയെന്നാണ് വലിയ ആക്ഷേപം ശക്തമാകുന്നത്. അതിഥി തൊഴിലാളികളെ കുത്തി നിറച്ച ഒരു സംരംഭമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. മറ്റു കരാറുകാർക്കില്ലാത്ത ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഊരാളുങ്കലിന് ലഭിക്കുന്നതായി കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി ആരോപണം ഉന്നയിക്കുന്നു. നേരത്തെ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റികൾക്ക് അനുവദിക്കുന്ന കരാറുകൾക്ക് പരിധി ഉണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് 25 കോടിയിൽ നിന്നും 100 കോടി രൂപയാക്കി ഉയർത്തി. 2021-ൽ ഇത് 200 കോടിയാക്കി. 2022-ൽ 500 കോടിയാക്കി. നിലവിൽ പരിധികളൊന്നുമില്ലാതെയാണ് ഊരാളുങ്കലിന് കരാറുകൾ ലഭിക്കുന്നത്. കമ്പനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികം കരാറുകൾ ലഭിച്ചതിനാൽ പല പദ്ധതികളും ഇഴയുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയതാണ്. നിർമ്മാണ കാലാവധി കഴിഞ്ഞിട്ടും എങ്ങുമെത്താത്ത പദ്ധതികൾ വൻ സാമ്പത്തിക നഷ്ടമാണ് സർക്കാരിന് വരുത്തിവെക്കുന്നത്. അതിനാൽ ഊരാളുങ്കലിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ചെറുകിട കരാറുകാരുടെ സഹകരണ സംഘങ്ങൾക്ക് പോലും യാതൊരു സൗജന്യവും സർക്കാർ നൽകുന്നില്ല. ഊരാളുങ്കലിന്റെ നിർമ്മാണ പദ്ധതികളിൽ മരാമത്ത് എഞ്ചിനീയർമാരുടെ മേൽനോട്ടം കുറവാണെന്ന ആരോപണവുമുണ്ട്. പലതിലും മേൽനോട്ടം ഊരാളുങ്കലിന്റെ എഞ്ചിനീയർമാർ നേരിട്ടാണ് നടത്തുന്നത്. അതിനാൽ ഗുണനിലവാരത്തിലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഊരാളുങ്കലിന്റെ പദ്ധതികളിൽ അന്വേഷണം വേണമെന്ന് ലേബർ സൊസൈറ്റി എന്ന നിലയിൽ നൽകിയ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കണമെന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മറ്റു കമ്പനികൾക്കൊന്നും ഒരു പ്രയോറിറ്റിയും കൊടുക്കാതെ എല്ലാം ഊരാളുങ്കലിന് തന്നെ കൊടുക്കുകയാണ്. ഊരാളുങ്കലിന്റെ മുൻപിൽ പദ്ധതികൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അവർക്ക് സമയം പോലുമില്ല ഇത് ചെയ്തു തീർക്കാൻ. എന്നാലും മറ്റ് കരാർ കമ്പനികൾക്കൊന്നും തന്നെ കരാർ കൊടുക്കുകയുമില്ല. എല്ലാം ഊരാളുങ്കലിന് തന്നെ കൊടുക്കുകയായിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് എന്നാണ് വലിയ വിമർശനവും ആരോപണവും ഉയരുന്നത്. പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ മർമ്മസ്ഥാനവും
പ്രഭവ കേന്ദ്രവും ഊരാളുങ്കൽ എന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസിന്റെയും UDFന്റെയും ആരോപണം. പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ ക്രമക്കേട് ആരോപണം ഉന്നയിച്ചെങ്കിലും ഭരണത്തിലേറിയപ്പോൾ ഇപ്പോൾ നിലപാട് മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോദിക്ക് അദാനി എങ്ങനെയാണോ അതുപോലെയാണ് പിണറായിക്ക് ഊരാളുങ്കൽ എന്നായിരുന്നു ആരോപണം ഉന്നയിച്ചത്. കേരളത്തിൽ ഏറ്റവും അധികം അഴിമതികൾ നടത്തിയത് പിണറായി സർക്കാരാണെന്നും അഴിമതിയുടെ എല്ലാം പ്രഭവ കേന്ദ്രവും മർമ്മസ്ഥാനവും ഊരാളുങ്കലാണെന്നും KC വേണുഗോപാൽ വിമർശിച്ചു. കരാറുകൾ ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് നൽകി കോടികളാണ് CPM സമ്പാദിച്ചതെന്നും എല്ലാ ഇടപാടുകളും UDF സർക്കാർ അന്വേഷിച്ച് ഉത്തരവാദികളെ കൊണ്ട് മറുപടി പറയിച്ചിരിക്കുമെന്നും കോൺഗ്രസ് ഉറപ്പ് നൽകിയതാണ്. എന്നിട്ടും ഭരണപക്ഷത്ത് ഏറിയിട്ടും ഇവർക്ക് ഊരാളുങ്കലിനെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഊരാളുങ്കലിന് നേരെ വിമർശനങ്ങളും വിവാദങ്ങളും കടുക്കുന്നതോടെ ഊരാളുങ്കൽ തന്നെ ഇപ്പോൾ മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. CPMന് പണം കൊടുക്കലും കള്ളപ്പണം വെളുപ്പിക്കലുമല്ല തങ്ങളുടെ ജോലിയെന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രതികരണം. സർക്കാർ ആവശ്യപ്പെടുന്ന പ്രകാരമാണ് പ്രവർത്തികൾ ഏറ്റെടുക്കുന്നത്. അതിൽ കൊടികളുടെ നിറമോ കക്ഷികളുടെ മുഖമോ നോക്കാറില്ല എന്നും CEO അരുൺ ബാബു പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെട്ടതിനോടായിരുന്നു പ്രതികരണം. സർക്കാർ ഏൽപ്പിക്കുന്ന ജോലികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു തവണ എല്ലാം അരിച്ചു പെറുക്കി പോയതാണ്. അവർക്കോ മറ്റ് ഏത് ഏജൻസികൾക്കോ ഇനിയും അന്വേഷിക്കാം. ഇപ്പോൾ ഊരാളുങ്കൽ വിഷയം രാഷ്ട്രീയമായി കുത്തിപ്പൊക്കുന്നവരോട് പറയാനുള്ളത്, ഇടതുപക്ഷ സർക്കാരിനേക്കാളും വലിയ പ്രോജക്റ്റുകൾ തന്നത് UDF സർക്കാരാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വമ്പൻ പദ്ധതികളെല്ലാം സൊസൈറ്റിയെ ഏൽപ്പിച്ചതെന്നും അരുൺ പ്രതികരിച്ചു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അരുൺ ഇങ്ങനെ പ്രതികരിച്ചത്. വഴിവിട്ട രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയപ്പെട്ടാൽ മതിയല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പടച്ചുവിടുന്നതിനൊക്കെ മറുപടി പറയാൻ കഴിയില്ല. ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞങ്ങളെ ഏൽപ്പിച്ച പ്രവൃത്തികളാണ് പലതും. വയനാട് പുനരധിവാസ പദ്ധതി നേരിട്ട് എടുക്കാൻ ഊരാളുങ്കൽ തയ്യാറല്ലായിരുന്നു. മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ടെൻഡർ ക്ഷണിക്കാനായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ വരുന്നവരെല്ലാം ഒരു കണക്ക് ബോധിപ്പിക്കും എന്നല്ലാതെ പണി പാതി വഴിയിൽ നിന്ന് പോകുമെന്ന് ഭയപ്പെട്ടാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ ആ പദ്ധതി ഏൽപ്പിച്ചത്. മന്ത്രിസഭാ യോഗം ചേർന്ന് ഞങ്ങളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ എങ്ങനെ പിന്മാറാൻ കഴിയും? ഒരു സൊസൈറ്റി എന്ന നിലയിൽ 10% പ്രവർത്തികൾക്ക് ഞങ്ങൾക്കാണ് പ്രഥമ പരിഗണന ലഭിക്കാറുള്ളത്. അത് പക്ഷേ എല്ലാ തലത്തിലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്നും അരുൺ ബാബു പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് 5000-ലേറെ അംഗങ്ങളും 12,000-ലേറെ തൊഴിലാളികളും ഉൾപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. അംഗങ്ങളിൽ എല്ലാ പാർട്ടികളിൽപ്പെട്ടവരും ഉണ്ട്. പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന്റെ പേരിൽ സൊസൈറ്റിയിലെ ഒരു മെമ്പറും കോടീശ്വരനായിട്ടില്ല. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതുമാത്രമല്ല, ലാഭവിഹിതം താഴേക്കിടയിലേക്കുള്ള അംഗത്തിലേക്ക് പോലും കൃത്യമായി എത്തുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഫണ്ട് ഒരു വ്യക്തിയിലേക്കോ ചെറിയൊരു കൂട്ടം വ്യക്തികളിലേക്കോ അല്ല എത്തുന്നത്. അത് സൊസൈറ്റിക്ക് ഒന്നടങ്കം അവകാശപ്പെട്ടതാണ്. അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമായതുമാണ്. 4 വർഷം മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 72 മണിക്കൂറോളമാണ് ഒരാളെ പോലും സ്ഥാപനത്തിനകത്തേക്ക് കയറ്റാതെ പരിശോധന നടത്തിയത്. CPMന് പണം കൊടുക്കുന്ന ഏജൻസിയാണ് ഊരാളുങ്കൽ എന്നതായിരുന്നു ആക്ഷേപം. അന്ന് ED അരിച്ചു പെറുക്കിയപ്പോൾ ഒരു പേപ്പറെങ്കിലും അനധികൃതമായി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സ്ഥാപനം കാണില്ലായിരുന്നല്ലോ. കള്ളപ്പണം വെളുപ്പിക്കുന്നത് കൊണ്ട് ബിസിനസ് വഴികൾ അടയുകയാണ് ചെയ്യുക. ആ രീതിയിൽ കൈക്കൂലി കൊടുത്തും കള്ളപ്പണം വെളുപ്പിച്ചും മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ കമ്പനിയുടെ ഇന്നത്തെ ടേൺ ഓവർ എത്ര കോടികളായേനെ. 100 വർഷം പഴക്കമുള്ള ഈ സ്ഥാപനത്തിന്റെ നിലവിലെ ടേൺ ഓവർ 2000 മുതൽ 2500 കോടി രൂപ വരെ മാത്രമാണ്. 10-15 വർഷം മുൻപ് ആരംഭിച്ച നോർത്ത് ഇന്ത്യയിലെ കമ്പനികൾക്ക് 15,000 കോടിയിൽ കുറയാത്ത അറ്റാദായം ഉണ്ടാകും. മറ്റ് നിർമ്മാണ കമ്പനികൾ കൃത്യമായ പ്ലാനും രൂപരേഖയും എല്ലാം ലഭിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കാറുള്ളൂ. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുകയും ആവശ്യമായതെല്ലാം കൂട്ടിച്ചേർക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിന്റെ അന്തിമ ഫണ്ട് ലഭിക്കണമെങ്കിൽ എല്ലാ രേഖകളും കൃത്യമായി എത്തിക്കണം. ആ വഴിയിൽ തന്നെ 4-5 വർഷത്തോളം മുൻപ് പൂർത്തിയാക്കിയ പദ്ധതികളുടെ അടക്കം പണം സൊസൈറ്റിക്ക് ഇനിയും ലഭിക്കാനുണ്ട്. ഇതിൽ പലതും പ്രവർത്തനം ആരംഭിച്ചതാണ്. അതേസമയം എസ്റ്റിമേറ്റിൽ കാണിച്ചിരിക്കുന്ന തുകയേക്കാൾ കുറഞ്ഞ ചെലവിൽ പ്രവൃത്തി പൂർത്തിയാക്കിയാൽ സർക്കാരിലേക്ക് പണം തിരിച്ചു കൊടുക്കാറുമുണ്ട്. ഊരാളുങ്കലിന്റെ കൈവശം 600-നടുത്ത് പ്രോജക്റ്റുകളുണ്ട്. അതിൽ കലുങ്ക് മുതൽ വൻകിട പദ്ധതികൾ വരെ ഉൾപ്പെടും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംരംഭമായതുകൊണ്ടാണ് ജനോപകാരപ്രദമായ എല്ലാം ULCC ഏറ്റെടുക്കുന്നത്. ആ സ്ഥാനത്ത് ലാഭം മാത്രം നോക്കിയാണ് മറ്റു കമ്പനികളെല്ലാം പ്രവൃത്തി ഏറ്റെടുക്കുന്നത്.
എല്ലാം ഒരു സുപ്രഭാതത്തിൽ മാറ്റിമറിച്ച് ലാഭം മാത്രം ലക്ഷ്യം കണ്ട് മുന്നോട്ടു പോകാൻ ഊരാളുങ്കൽ സൊസൈറ്റിയെ കിട്ടില്ല. ഈ ലേബർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട് 101 വർഷം പിന്നിടുകയാണ്. എന്നാൽ 90കളിലാണ് വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തു തുടങ്ങിയത്. 2000-ന് ശേഷം അത് വിപുലീകരിച്ചു. 4090 പ്രോജക്റ്റുകൾ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കലുങ്കുകൾ തൊട്ടുള്ള പ്രവർത്തികൾ ഉണ്ട് എന്നത് പ്രത്യേകം ഓർക്കണം. കേരളത്തിൽ പൊതുവെ കോൺട്രാക്ടർമാർക്ക് ഒരു ദുഷ്പേരുണ്ട്. പൈസ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന ടീം എന്നാണ് പൊതുവിൽ പറഞ്ഞു കേൾക്കാറ്. സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഉദ്യോഗസ്ഥരും അങ്ങനെയാണ് കരുതുന്നത്. ഇതര സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമെല്ലാം നിർമ്മാണ കമ്പനിയെ ഒരു വ്യവസായമായാണ് കാണുന്നത്. അത് നിലനിന്നു പോകണമെന്ന് അവിടുത്തെ സർക്കാരുകൾക്കും താല്പര്യമുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു നിർമ്മാണ കമ്പനിയെ കുഴിയിൽ ചാടിച്ച് എങ്ങനെ ഒതുക്കാം എന്നതാണ് ഇവിടുത്തെ പ്രധാന ചിന്ത. അതുകൊണ്ടാണ് ഞങ്ങളടക്കം വലിയ രീതിയിൽ കര കയറാത്തത്. പുതിയ സർക്കാരിന്റെ പദ്ധതികളും വന്നു ചേരും. കിഫ്ബിയിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ കുറയും എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ കിഫ്ബി മുഖാന്തരം ആരംഭിച്ച പ്രവർത്തികൾ തുടർന്നു പോകും. അതേസമയം വിവിധ മന്ത്രാലയങ്ങൾ മുഖേനയുള്ള പ്രോജക്റ്റുകളുടെ എണ്ണം കൂടും. വയനാട് ടൗൺഷിപ്പിന്റെ കാര്യത്തിലും കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നാണ് പുതിയ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് UDF സർക്കാർ അതിനെ കാണുന്നത്. ടൗൺഷിപ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ വെട്ടിക്കുറച്ചു എന്ന ആരോപണം യാഥാർത്ഥ്യമല്ലാത്തതാണ്. ഇതര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികളാണ് വണ്ടി കയറിയത്. എന്നാൽ അതിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അത് വലിയ തോതിൽ ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സൊസൈറ്റികളിലും പണിക്കാർ കുറഞ്ഞത്. മറ്റ് സൊസൈറ്റികളിലും ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളുടെ അടക്കം നിർമ്മാണം നിലച്ചുപോയിരുന്നു. പക്ഷേ വയനാടിന്റെ കാര്യത്തിൽ മാത്രമാണ് ആരോപണങ്ങളും ചോദ്യങ്ങളും ഉയർന്നത്. തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിട്ടും ഒരിക്കൽ പോലും ടൗൺഷിപ്പിന്റെ പണി നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. അതുമാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളിൽ ബഹുഭൂരിപക്ഷത്തിനും പ്രവർത്തന വൈദഗ്ധ്യമില്ല എന്നതും വലിയ തിരിച്ചടിയാണ്. ഒപ്പം ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തികളിലേക്ക് തൊഴിലാളികൾ മുഖം തിരിക്കുന്ന അവസ്ഥയുമുണ്ട്. ചുരുക്കത്തിൽ സർക്കാർ എന്ത് പറയുന്നു ആ പോളിസിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ രീതി. അതിൽ നിന്ന് മറ്റൊരു വശത്തേക്കും നോക്കില്ല എന്നും CEO അരുൺ ബാബു മാധ്യമത്തോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. തങ്ങൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. പക്ഷേ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചുകൂടെ? അന്വേഷണം നടത്തി ആ കമ്പനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുകയല്ലേ ചെയ്യേണ്ടത്? കാരണം അത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സൊസൈറ്റിയാണ്. ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണത്. അപ്പോൾ അതിന് നേരെ ആരോപണങ്ങൾ വരുമ്പോൾ അത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെയുള്ള ഭരണകൂടത്തിനല്ലേ ഉള്ളത്. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതാണ് ചോദ്യം. പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്തായിരുന്നു? അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകൾക്ക് ബിൽ തുക നൽകുന്നത്. പ്രവർത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തും. ഊരാളുങ്കൽ സൊസൈറ്റി സംസ്ഥാനത്ത് നടത്തുന്നത് തികച്ചും നിലവാരമുള്ള പ്രവർത്തികളാണ്. ഊരാളുങ്കലിന്റെ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുന്നത് കരാറുകൾ വർദ്ധിച്ചതുകൊണ്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലിന്റെ ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. നിലവാരം ഉള്ളതുകൊണ്ട് എല്ലാവരും അവർക്ക് പിന്നാലെ പോയി. വർക്ക് ലോഡ് കൂടിയതുകൊണ്ടാണ് പ്രതിസന്ധി എന്നാണ് അവർ പറയുന്നത്. സൊസൈറ്റിയുടെ തുടക്കകാലത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യം കാരണമാണ് എല്ലാവരും അവരുടെ പിന്നാലെ പോയതെന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നിലവിൽ ഊരാളുങ്കൽ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ കാണുന്ന കാലതാമസം അഴിമതിയോ വീഴ്ചയോ മൂലമല്ല, മറിച്ച് അവർക്ക് താങ്ങാനാകാത്ത വിധം വർക്ക് ലോഡ് ഉള്ളതുകൊണ്ടാണെന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. കാസർഗോഡ് മുതൽ പാറശാല വരെ നീളുന്ന ഒട്ടനവധി വലിയ പദ്ധതികൾ ഒരേ സമയം ഏറ്റെടുത്ത് നടത്തുന്നതിനാലാണ് പ്രവർത്തികളിൽ ഈ കാലതാമസം ഉണ്ടായതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? ഊരാളുങ്കൽ ഒരു അഴിമതി സ്ഥാപനമാണ് എന്ന് തന്നെയായിരുന്നു. നിങ്ങൾ അത് തെളിയിക്കും, ഭരണം കിട്ടുമ്പോൾ അതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തും എന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്. നിങ്ങളാണോ അപ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? കൃത്യമായ ഒരു അന്വേഷണം ഊരാളുങ്കലിന് നേരെ നടക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ആ കമ്പനി സംസ്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ അഴിമതികൾ നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. കാരണം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ് ഊരാളുങ്കലിന് നേരെ വിരൽ ചൂണ്ടിയത്. അപ്പോൾ സർക്കാരിനാണ് ഇതിൽ ബാധ്യതയുള്ളത്. അതുകൊണ്ട് കൃത്യമായ
അന്വേഷണം നടത്തി സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. നിയമസഭയിൽ ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവർത്തികൾ നൽകിയത് നിലവാരക്കുറവിനും അഴിമതിക്കും കാരണമായോ എന്ന ചോദ്യം കോൺഗ്രസ് അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF ആരോപിച്ചതും ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ ചോദിച്ചതും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശരിവെച്ചില്ല. അതായത് ഊരാളുങ്കൽ കൊള്ളാമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഊരാളുങ്കലിന്റേത് മികച്ച പ്രവർത്തനമാണ് എന്ന് മന്ത്രി തന്നെ പറയുമ്പോൾ നിങ്ങൾ തന്നെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തന്നെ വിഴുങ്ങുകയാണോ എന്ന് ചോദിച്ചു പോകുകയാണ്. ഊരാളുങ്കലിന്റെ കുത്തക ഒഴിവാക്കുമോ എന്ന് VT ബൽറാൻ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നായിരുന്നു മന്ത്രി ഇതിന് മറുപടി പറഞ്ഞത്. എന്തായാലും CPM-കാർ ഇപ്പോൾ ആവേശത്തിലാണ്. വൈകിയാണെങ്കിലും UDF-ന് ബോധോദയം ഉണ്ടായല്ലോ എന്നാണ് സഹകരണ മന്ത്രിയായിരുന്ന വാസവൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഊരാളുങ്കലിന് ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കാനുള്ള അക്രഡിറ്റ് പദവി നൽകിയത് 2015-ൽ ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് CPM പറഞ്ഞിരുന്നു. തൊഴിലാളികൾക്ക് മാത്രം അംഗത്വമുള്ള സഹകരണ സംഘത്തിന് കരാർ കൊടുക്കുമ്പോൾ അടങ്കൽ തുക കൂട്ടുക മാത്രമാണ് LDF ചെയ്തതെന്നും CPM പറയുന്നു. ഊരാളുങ്കൽ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ VD സതീശൻ സർക്കാർ അടപടലം പെട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് അവർ തന്നെ വിഴുങ്ങുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.